ഹലോ, ഹലോ. എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റീഡേഴ്സ് ഡൈജസ്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ഒരു റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൽ റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന പബ്ലിക്കേഷൻ ചെയ്ത ഇൻഫ്ലുവൻസസ് എന്ന് പറയുന്നത് ഭയങ്കര അധികമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും റീഡേഴ്സ് ഡൈജസ്റ്റ് മെമ്മറീസിനെ കുറിച്ച് സംസാരിക്കാനാണ് ഈ എപ്പിസോഡ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നാൽ തുടങ്ങിക്കളയാം. ആരാണ് എങ്ങനെയാണ്? ഞാൻ തന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് റീഡേഴ്സ് ഡൈജസ്റ്റ് കാണുന്നത് എൻ്റെ അടുത്ത വീട്ടിലെ അങ്കിളിന് ഒരു മാഗസീൻ കളക്ഷൻ ഉണ്ടായിരുന്നു. ഡെബോണയർ സഹിതം ഉണ്ടായിരുന്നു. ഡെബോണയർ ഒന്നും അങ്കിള് നമുക്ക് തരത്തില്ല, ബാക്കിയുള്ളതൊക്കെ തരുമായിരുന്നു. അപ്പോൾ അങ്ങനെ റീഡേഴ്സ് ഡൈജസ്റ്റ് അവിടെ ഇരുന്നാണ് ഞാൻ ആദ്യം എടുത്തത്. 2-3 റീഡേഴ്സ് ഡൈജസ്റ്റ് വായിച്ചപ്പോൾ തന്നെ ഭയങ്കര ഹുക്ഡായി. എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയും ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ലൈബ്രറി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും ലൈബ്രറിയിലെ പുസ്തകങ്ങളൊക്കെ ഏകദേശം നല്ല പുസ്തകങ്ങളെല്ലാം വായിച്ച് കഴിഞ്ഞു. പുതുതായിട്ടൊന്നും ഇല്ല എന്നൊരു ഫീലിംഗ് ഇരിക്കുമ്പോഴായിരുന്നു ഈ സാധനം കിട്ടിയത്. അപ്പം അത് ഭയങ്കര ഒരു ഐ ഓപ്പണിങ് എക്സ്പീരിയൻസും ആയിരുന്നു. വീട്ടിൽ നിന്നിട്ട് പറയുകയും ചെയ്തു, ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാവോന്ന്. അപ്പം അങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ സാധനം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് എടുക്കുന്നത് അതിൽ ഡ്രാമ ഇൻ റിയൽ ലൈഫ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും ഒരു ഫീച്ചർ ഉണ്ടാവും. ഒരു ഇച്ചിരി എന്താ പറയണ ഗുമ്മുള്ള സംഭവങ്ങളാണ് റിയൽ ലൈഫിൽ നടന്ന കഥകൾ. അപ്പം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിൽ ചിലതൊക്കെ. ഒരെണ്ണം എന്ന് കഴിഞ്ഞാൽ ഒരാൾക്കൊരു വലിയ സ്റ്റോറേജ് പോണ്ട് ഉണ്ടായിരുന്നു, സ്വിമ്മിംഗ് പൂള് പോലെ. അപ്പം അതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു സൈഫൺ ഉണ്ട്. സൈഫണല്ല, ബേസിക്കലി സമ്പ്. ആ സമ്പ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഡ്രെയിൻ ഔട്ട് ആവും. അപ്പം ഇയാൾ ഒരു ദിവസം വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഇതങ്ങ് തുറന്നു കൊടുത്തു. അപ്പോൾ അത് വലിക്കുന്ന ഫോഴ്സിൽ പുള്ളിയെ വലിച്ചുകൊണ്ട് പോയിട്ട് പുള്ളിയുടെ കാല് അതിൻ്റെ അകത്ത് സ്റ്റക്കാവും. അങ്ങനെ പുള്ളി അതിൻ്റെ അകത്ത് ആരും ഇല്ലാത്തടത്ത് സ്റ്റക്കാവുന്ന ഒരു കഥയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു ടവറിൻ്റെ മുകളിൽ എന്തോ റിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരാൾ കയ്യ് ടവറിലങ്ങ് കുടുങ്ങിയിട്ട് പുള്ളിക്ക് ഇറങ്ങാനും പറ്റൂല, പുള്ളി സ്റ്റക്കുമാണ്. കൈ വിട്ടാൽ പോലും താഴോട്ട് പോലും വീഴൂല, കാരണം ഇതിങ്ങനെ ഉടക്കിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം. അങ്ങനെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഒരു ബസ് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് ആളുകൾ, ആ ബസ്സിലുള്ളവർ ഹൈജാക്കേഴ്സിനെ അറ്റാക്ക് ചെയ്ത് ബസ്സിനെ മോചിപ്പിച്ചത്. അങ്ങനെ ഒരുപാട് കഥകളുണ്ടായിരുന്നു ഡ്രാമ ആൻഡ് റിയൽ ലൈഫ്. അതായിരുന്നു എൻ്റെ പ്രൈമറി മെമ്മറി. പ്രോബബ്ലി എനിബഡി എൽസ് വാണ്ട് ടു ടോക്ക് അബൌട്ട് ഡ്രാമ ആൻഡ് റിയൽ ലൈഫ്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ അത്? ആക്ച്വലി ഇതിൻ്റെ റീഡേഴ്സ് ഡൈജസ്റ്റ് എൻ്റെ സംഭവം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷേ ഞാൻ വായിച്ചിട്ടുള്ളത് ഒന്ന്, എൻ്റെ ചിറ്റപ്പൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. ചിറ്റപ്പൻ മറ്റേ മിലിറ്ററിയിലായിരുന്നു. അപ്പോൾ പുള്ളി ജമ്മുവിൽ സ്റ്റേഷനിലായിരുന്നു. പക്ഷേ പുള്ളിയുടെ എല്ലാ റീഡേഴ്സ് ഡൈജസ്റ്റും വീട്ടിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടേക്ക് നാട്ടിലേക്ക് വരും. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഒരു ബുക്ക് പോസ്റ്റിൻ്റെ അകത്ത് ബുക്കിൻ്റെ അപ്പുറവും ഇപ്പുറവും തള്ളി നിൽക്കുന്ന ഒരു സംഭവത്തിലാണ് വരുന്നത്. എന്നിട്ട് അതിന് ഉള്ളിലൊരു സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടൊരു കാർഡ് കൂടി ഉണ്ടാവും. അതായത് ഇത്രയും അടച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആ എൻവലപ്പ് അതുപോലെ അതിൻ്റെ മണി ഓർഡർ ഉൾപ്പെടെ എൻക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നുള്ള പരിപാടി. പക്ഷെ അന്ന് നല്ല ക്വാളിറ്റി. അതായത് അത് ഒരു സെറ്റ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ അമ്മാവൻ്റെ ഒരു കളക്ഷൻ. അമ്മാവൻ ചെന്നൈയിലായിരുന്ന സമയത്ത് അവിടെ വരുത്തിയിരുന്ന ഒരു സെറ്റ് കൊണ്ടുവന്നിരുന്നു. അത് 10-12 ബുക്സ് ഇങ്ങനെ. അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഡ്രാമ ഇൻ റിയൽ ലൈഫ് എന്ന് പറഞ്ഞ സംഭവം ആദ്യത്തെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. പിന്നെ വന്നതെല്ലാം ഫീച്ചേഴ്സായിരുന്നു, ഈ കവർ ഫീച്ചേഴ്സായിരുന്നു പിന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളൊരു സാധനം, അതിൻ്റെ ഹെഡ്ലൈൻ പോലും, ആ ടൈറ്റിൽ പോലും ഓർമ്മയുണ്ട്. കാരണം അതൊരു മൾട്ടി പേഴ്സൺ അക്കൗണ്ടാണ്. ദ നെക്സ്റ്റ് ഫ്ലൈറ്റ് വിൽ ക്രാഷ് ഓൺ ലാൻഡിങ് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ഒരു ഫ്ലൈറ്റ്, അത് എവിടെയോ കാനഡയിലോ മറ്റോ ഇടിച്ചിറക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് അതിൻ്റെ മറ്റേ ലാൻഡിങ് ഗിയർ എൻഗേജ് ആവുന്നില്ലായിരുന്നു. ഓക്കെ, അത് ഒരു ലാൻഡിങ് ഗിയർ എൻഗേജ് ആവുന്നില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ ആ ക്രൂ, അതിൻ്റെ പൈലറ്റ്,
ATC ലുണ്ടായിരുന്ന അയാളുടെ അവരൊക്കെ അക്കൗണ്ട് സെപ്പറേറ്റ് അക്കൗണ്ട്സാണ്. അത് അത് നല്ല രസം. അതായത് ഒരു നോവൽ വായിക്കുന്ന പോലെ ഒരു ത്രില്ലറാണ് ശരിക്കും പറഞ്ഞാൽ അത്. അതായത് ഇവർ ഫ്ലൈറ്റ് എൻഗേജ് ആവുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ഒരു എഞ്ചിനീയർ താഴത്തെ ഡെക്കിൽ പോയി അത് ശരിയാക്കാൻ നോക്കുന്നു, പുള്ളിക്ക് പറ്റുന്നില്ല. എന്നിട്ട് അത് ശരിയാക്കിയെന്ന് വിചാരിച്ച് പുള്ളി മുകളിലേക്ക് വരും. എന്നിട്ട് ഇവരത് എൻഗേജ് ചെയ്യാൻ നോക്കുമ്പോൾ ആ ATC അത് കാണുന്നില്ല. അവർ ATCയുടെ മുകളിൽ കൂടെ പറക്കും. ആ എയർ ട്രാഫിക് കൺട്രോൾ ടവറിൻ്റെ മുകളിൽ കൂടെ പറന്ന് നോക്കും ഒരു വട്ടം. അത് എൻഗേജ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി, അത് താഴത്തേക്ക് ലാൻഡിങ് ഗിയർ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ കുറേ ചെയ്ത് അവസാനം ഒറ്റ കാലിലാണ് ഇത് ലാൻഡ് ചെയ്യുന്നത്. എന്നിട്ടത് അത് അതിനെ എന്താ പറയുക, സ്വീകരിക്കണം. മീൻസ് ആ എമർജൻസി വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സും എല്ലാവരും റെഡിയായി നിൽക്കുവാണ്. ഇങ്ങനെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നതും അത് അവസാനം ദേ മേഡ് ഇറ്റ് സംഭവം. അതായത് അത് വന്ന് അതിൻ്റെ ബെല്ലിയിലാണ് ലാൻഡ് ചെയ്യുന്നത്. പക്ഷേ നിലത്തുറഞ്ഞിട്ട് തന്നെ ഇതിൽ തീ പിടിച്ചൊന്നുമില്ല. അതിൻ്റെ ഒരു ലാൻഡിങ് ഗിയറിൽ ലാൻഡ് ചെയ്യുന്നതുകൊണ്ട് അത് മൊത്തം ഒടിഞ്ഞ് തകർന്ന് ഇതായിപ്പോയി. പക്ഷേ അതിൻ്റെ ഒരു ഒറ്റ ഇതിൽ അതിൻ്റെ ലോഡിന് ബെയർ ചെയ്യാൻ പറ്റിയില്ല, അത് ഒടിഞ്ഞു പോയി. എന്നാലും ആളുകളൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ ആ ഒരു സംഭവമാണ് അതിനകത്ത്. എനിക്കപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അതായത് ഫ്ലൈറ്റ് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ല, പക്ഷേ അതിൽ എമർജൻസി എക്സിറ്റ് കൂടെയാണ് ആൾക്കാരെ പുറത്തേക്ക് വിടുകയുള്ളൂ. അപ്പോൾ ഇത് ലാൻഡ് ചെയ്യാത്തതുകൊണ്ട്, പ്രോപ്പർലി ലാൻഡ് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു എമർജൻസി എന്താ പറയുക, ഒരു പാത്തേ പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, റബ്ബറിൻ്റെ ഒരു ഡിങ്കി പോലെ. അതിനകത്തേക്കാണ് അതുവഴിയാണ് ആൾക്കാരെ പുറത്തേക്ക് സ്ലൈഡ് വഴിയാണ് തള്ളിവിടുന്നത്. അതൊക്കെ കാണിക്കുന്നത്. കാരണം അതിന് എന്തായാലും മറ്റേ സാധനം കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അതായത് എന്താ പറയുക, ഏണി കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ സംഭവം ഓർമ്മയുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഓർമ്മയുള്ള ഡ്രാമ ഇൻ റിയൽ ലൈഫാണ്. പിന്നെ ഒരെണ്ണം, ഒരു പുള്ളിക്കാരി ഇതുപോലെ ഹൈക്കിങ്ങിന് കണ്ട് പോവും. രാവിലെ ജോഗിങ്ങിന് പോവും. ഒരു വണ്ടി തട്ടിയിടും, റോഡിൻ്റെ മുകളിൽ നിന്ന് തട്ടിയിടും. പുള്ളിക്കാരി ഒരു കൊക്കയിൽ ഒരു ഇതിൽ വീഴും. കുറേ മുൾപടർപ്പൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വന്ന് വീഴും. പുള്ളിക്കാരിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഏതൊരു ആംബുലൻസ് ഡ്രൈവർ, മീൻസ് ആരോ പാസ് ചെയ്ത ഏതൊരു വണ്ടി ഇത് കണ്ടിട്ടുണ്ടാവും. അവർ പോലീസിനെ അലേർട്ട് ചെയ്തിട്ട് പുള്ളിക്കാരിനെ രക്ഷിക്കുന്ന കാര്യമാണത്. പക്ഷെ അത് അലേർട്ട് ചെയ്ത ഭാഗം നമ്മൾ അറിയുന്നില്ല. പുള്ളിക്കാരി അവിടെ വീണ് കിടക്കുവാണ്. പുള്ളിക്കാരിയുടെ ഓഡിയോയിലാണത് മൊത്തം. കുറച്ച് പെയിൻഫുള്ളാണ് വായിക്കാൻ. കാരണം കാല് രണ്ടും ഒടിഞ്ഞു, അതായത് ഹിപ്പിന് താഴത്തേക്ക് കണ്ട് ഒടിഞ്ഞു പോയി. അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് എന്തൊക്കെയോ കയറി. ഒരു പാമ്പുണ്ട്, അതും ഏകദേശം വളരെ സിനിമാറ്റിക് ആയിട്ടൊരു സാധനമാണ്. പക്ഷേ ദെൻ ഷീ ഫൈൻഡ്സ് ഔട്ട് ദാറ്റ് ഈസ് നോൺ വെനമസ്. അതിൻ്റെ കടി കിട്ടും പുള്ളിക്കാരിക്ക്, പക്ഷേ അത് നോൺ വെനമസ് ആയിരുന്നു. അങ്ങനെ എങ്ങനെയോ ഒരു ആംബുലൻസിനത് പുള്ളിക്കാരിയെ കണ്ടെത്താൻ പറ്റുന്നത്. ഇതൊരു 2-3 വട്ടം അവർ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. മറ്റൊരു വലിയ ഇതൊക്കെ നടത്തിയിട്ടാണ് പുള്ളിക്കാരി അവസാനം ഹോസ്പിറ്റലിൽ എത്തുന്നത്. പിന്നെയാണ് അറിയുന്നത് ഒരു ഡ്രൈവർ ഇത് കണ്ടിരുന്നു. അത് ഏർലി മോർണിംഗ് ആണ്, ആരും കാണാൻ യാതൊരു സാധ്യതയില്ലാത്തൊരു സ്ഥലത്താണ് ഈ ആക്സിഡൻറ്റ് നടക്കുന്നത്. അങ്ങനെ 2-3 സാധനങ്ങൾ. ആക്ച്വലി എനിക്കിപ്പോൾ ഓർമ്മ വന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് വായിച്ച റീഡേഴ്സ് ഡൈജസ്റ്റ് ആർട്ടിക്കിൾ, അതിന്റെ പേര് സ്പിയേർഡ് അലൈവ് എന്നായിരുന്നു. ഈ കൺസ്ട്രക്ഷൻ സൈറ്റാണ്. അപ്പോൾ വലിയൊരു പാർക്കിംഗ് ലോട്ട് കൺസ്ട്രക്ഷൻ നടത്തുകയാണ്. അപ്പോൾ അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു പിറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് മുഴുവൻ മറ്റേ അയേൺ റോഡ് നിർത്തിയിട്ട് അതിലോട്ട് കോൺക്രീറ്റ് ഒഴിച്ചിട്ടാണ് ഇത് അവര് ആ പാർക്കിംഗ് ലോട്ടിന്റെ ബേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ വർക്കർ ഇതിന്റെ എഡ്ജിൽ വന്നിട്ട് താഴേക്ക് ഷോക്കിന്റെ ഒരു ബോക്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എഡ്ജ് അങ്ങ് അടർന്നു പോയിട്ട് ഇയാള് നേരെ ഇതിലോട്ട് വീണ് 4 5 എന്തോ തറച്ച് ഇയാൾ അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ തറച്ച് നിന്നു. അപ്പോൾ എന്നിട്ട് എങ്ങനെ ഫയർ ഫൈറ്റേഴ്സ് വന്ന് അത് കട്ട് ചെയ്ത് പുള്ളിയെ എടുത്ത്, അതിൽ കുറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ പുള്ളിയെ ഊരിയെടുക്കാൻ പറ്റൂലല്ലോ, 4-5 സ്റ്റക്കാണ്. അപ്പം ഫയർ ഫൈറ്റേഴ്സ് വന്നിട്ട് മോളില് വെള്ളം തളിക്കും, എന്നിട്ട് താഴെ കട്ട് ചെയ്യും. കാരണം ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ സാധനം ചൂടാവുമല്ലോ, ഇറ്റ് വിൽ കുക്ക് ഹിം ഫ്രം ഇൻസൈഡ് ഇഫ് ദിസ് ഗെറ്റ്സ് ഹോട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് അത് വായിച്ച് ഇന്നായിപ്പോയി. അതുപോലെ ഒരു ജാവലിൻ ത്രോ പോലത്തെ ഒരു സാധനം ഒരു കൊച്ചിന്റെ തലയുടെ പിറകില് വന്ന് തറയ്ക്കണത്. എന്നിട്ട് അതും വെച്ചിട്ട് അവര് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അത് റിമൂവ് ചെയ്യുന്നത്. ആൻഡ് അപ്പാരന്റ്ലി ഇറ്റ് വാസ് ലൈക്ക് അവസാനം ഡോക്ടേഴ്സ് പറയുന്നതാണ് ഇഫ് മിറാക്കുലസ് ആയിരുന്നെന്ന്. ഇഫ് എ സർജൻ കുഡ് ഹാവ് സെൻറ്റ് ഇറ്റ് ത്രൂ നോൺ ഫേറ്റൽ പോയിന്റ്സ്, അതുപോലെയാണ്, അത്ര പ്രിസിഷനോടെയാണ് ഈ സാധനം കൊച്ചിന്റെ തലയിൽ വന്ന് തറച്ചതെന്ന് പറയുന്നത്.
പിന്നെ അതുപോലെ വേറൊരെണ്ണത്തിന്റെ ടൈറ്റിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഹെൽപ്പ് മൈ കാർ വോണ്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട്. ഒരു സ്ത്രീയുടെ കാറ് ഹൈവേയിൽ വെച്ച് ലൂസസ് കൺട്രോൾ, ഇറ്റ് ഡസൻ സ്റ്റോപ്പ്. പുള്ളിക്കാരത്തി എന്ത് ചെയ്താലും കാറ് നിൽക്കുന്നില്ല. എന്നിട്ട് കയ്യിൽ മൊബൈലുണ്ട്. അത് വെച്ചിട്ട് പുള്ളിക്കാരത്തി 911 വിളിച്ച് ഹെൽപ്പ് ചോദിക്കുന്നതാണ്. ചുരുക്കം പറഞ്ഞ കുറെ ഗ്രോസ് മോർബിഡ് സ്റ്റഫ്. ഐ ഗെറ്റ് ഇറ്റ്, യു നോ, ആസ് ടീനേജേഴ്സ് ഐ തിങ്ക് നമ്മൾ വളരെ അട്രാക്റ്റഡ് ആണ് ഇങ്ങനത്തെ കഥകളോട്. സോ ഐ ഗെസ് ഞാൻ വായിച്ചിട്ടില്ല ഇങ്ങനത്തെ മോർബിഡ് ടെയിൽസ്, ഞാൻ വായിച്ചിട്ടില്ല. അതുകൊണ്ട് ഐ സീ ദി അപ്പീൽ. മോർബിഡ് കാര്യങ്ങൾ മാത്രമല്ല, ദർ ആർ ഹോപ്പ്ഫുൾ സ്റ്റഫ് ഓൾസോ. കൂടുതലും ഹോപ്പാണ്. ഞാനിത് വായിച്ചു തുടങ്ങി, എനിക്ക് ഫസ്റ്റ് റീഡേഴ്സ് ഡൈജസ്റ്റ് വായിച്ചത് എനിക്ക് 10 വയസ്സോ ആ ടൈമിൽ എപ്പോഴാണ്. അമ്മ വീട്ടിൽ പോയപ്പം അവിടെ ഈ പലപ്പോഴും പഴയ വീട്ടിൽ ഈ കുറെ പഴയ ബുക്ക് സ്റ്റാക്സ് ഉണ്ടാവും, ആരും തൊടാതെ വെച്ചിരിക്കുന്നു. അതൊക്കെ ഞാനായിരിക്കും പോയി തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ കുറെ ഗോൾഡ് കിട്ടിയിട്ടുണ്ട് എനിക്കിങ്ങനെ. അപ്പം 1940s ഒരു അറ്റ്ലസ് ഒക്കെ കിട്ടി. അതൊക്കെ ഇപ്പൊ എവിടാന്ന് അറിയില്ല. പിന്നീട് അതൊക്കെ എൻ്റെ ഒരു കസിൻ സ്കൂളിൽ കൊണ്ടുവന്നത് എനിക്ക് ഓർമ്മയുണ്ട്, മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രം 1940s ഇന്ത്യക്ക് സാധനം കിട്ടുന്നുണ്ട്. വേറെ ലോട്ട് ഓഫ് ബുക്സ്. ഇത് ആരുടെയാണെന്ന് പോലും ഇപ്പൊ എനിക്ക് അറിയില്ല. കുഞ്ഞമ്മയുടെയാണോ മാമന്റെ ആണോ അത് മുന്നേ ഉള്ള ആരുടെയാണോ അറിയില്ല. ആൻഡ് there were these old collections of Reader's Digest. അന്ന് ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു. പക്ഷെ ഇറ്റ് വാസ് എന്താ പറയാ, നമുക്ക് യൂഷ്വലി ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു ലോകമുണ്ടല്ലോ, ലൈക്ക് വെസ്റ്റേൺ വേൾഡ്. അവിടുത്തെ എവറിഡേ ആർട്ടിക്കിൾസും കാര്യങ്ങളും, കുഡ് ബി എന്താ പറയുക, സയൻസിലെ എന്തെങ്കിലും പുതിയ ഇന്നോവേഷൻസിനെ കുറിച്ചായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ വായിക്കാൻ. പിന്നെ ഞാൻ ആക്ച്വലി സബ്സ്ക്രൈബ് ചെയ്യുന്നത് 1999 ഡിസംബർ മുതലുള്ള ഇഷ്യൂസ് ആണ്. ഇറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് വേൾഡ് വേണമെങ്കിൽ പറയാം. ആദ്യം കിട്ടുമ്പോൾ വായിക്കുന്ന ഈ പണ്ട് ഈ വനിതയൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം മിസ്സസ് നായരാണ് ബാക്കില് വായിക്കുന്നത്. അതേപോലെ ഇതിനകത്ത് കുറെ കോമഡി സെക്ഷൻസ് ഉണ്ട്. യെസ്, ലൈഫ് ലൈക്ക് ദാറ്റ്, ജസ്റ്റ് Life's like that. Life's Life's like like that. Humor in Laughter is uniform. യൂണിഫോം. Laughter the Laughter best is the best medicine. medicine. ഇതാണ് വെർച്വൽ ആദ്യം. ഹിലാരിറ്റി എന്നൊരു സാധനം വന്നായിരുന്നു. ആ, അവസാനം ഒരു ആ, സാധനം വന്നായിരുന്നു, പിന്നെ വെർച്വൽ ഹിലാരിറ്റി. ഈ സംഭവമാണ് വായിക്കുന്നത്. ആദ്യം കിട്ടുമ്പോൾ ഇതൊക്കെ വായിക്കും. വായിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ചും കൂടെ സീരിയസ് കാര്യങ്ങളോട്ട് പോകുന്നത്. അപ്പൊ ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല നമുക്ക് എക്സ്പോഷർ കിട്ടുന്നതെന്ന് വെച്ചാൽ, എനിക്ക് എപ്പോഴും ഓർമ്മ ഫസ്റ്റ് ഇഷ്യൂ എനിക്കൊന്ന് ഡിസംബർ 1999 ആണെന്ന് തോന്നുന്നു. അതിൽ ഒരു സ്റ്റോറി ഇതാണ്, ലൈക്ക് ഇറ്റ്സ് കോൾഡ് ദ റോളക്സ് മർഡർ. ഒരാളെ വേറൊരാള് കൊന്നിട്ട് അയാളുടെ ഐഡന്റിറ്റി മോഷ്ടിച്ചിട്ട് ഹൗ ദേ ഫൈൻഡ് ഔട്ട് ഈസ് മരിച്ചാളുടെ റോളക്സ് ട്രാക്ക് ചെയ്തതാണ്. അപ്പോഴാണ് അറിയുന്നത് നമുക്ക് ഈ റോളക്സ് വാച്ചിനെ കുറിച്ച് അറിയുന്നത്. റോളക്സ് വാച്ചിന് ഒരു സീരിയൽ നമ്പർ ഉണ്ട്. ആ സീരിയൽ നമ്പർ ഈസ് രജിസ്റ്റർഡ് ടു വൺ സിംഗിൾ പേഴ്സൺ. അതൊക്കെ വെച്ചിട്ട് അപ്പോഴാ സോ ദീസ് കൈൻഡ് ഓഫ്, അന്ന് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല, ഉണ്ട്, പക്ഷെ ഇറ്റ്സ് നോട്ട് ദാറ്റ് ആക്സസിബിൾ. അപ്പൊ നമുക്ക് അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് എന്നുള്ളത്. ഈ ചില ഹ്യൂമൻ ഇമോഷൻസിനെ കുറിച്ച് തന്നെ അറിയുന്ന അപ്പോഴാണ്. ഇപ്പം അതിനകത്തുള്ള വിക്ടിം എന്ന് പറഞ്ഞാല് സ്റ്റോറി പറയുകയാണെങ്കിൽ സ്വന്തം സുഹൃത്ത് തന്നെയാണ് അയാളെ കൊല്ലുന്നത്. സോ വിക്ടിം ആക്ച്വലി ഹീസ് ഇൻ അമേരിക്ക, ബട്ട് ഹി വാസ് ബോൺ ആസ് എ കനേഡിയൻ. ഇപ്പൊ പുള്ളിക്ക് നൊസ്റ്റാൾജി ഉണ്ട്, കാനഡയിൽ തിരിച്ചു പോകണം എന്നുള്ളത്. ആൻഡ് ഹോൾ ലൈഫ് ഇറ്റ്സ് വർക്ക്സ് ടുവേർഡ്സ് ദാറ്റ് ഗോൾ. ഇയാളുടെ ഫ്രണ്ട് സഹായിക്കുകയും ചെയ്യും, പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് എങ്ങനെ കാനഡയിൽ പോകും. കാനഡയിൽ ചെന്ന് കഴിയുമ്പോഴാണ് പുള്ളിക്ക് ഒരു ഫീലിംഗ് വരുന്നത്, ലൈക്ക് ഇതല്ല എന്റെ കാനഡ, ഞാൻ ജനിച്ചു വളർന്ന കാനഡ ഇങ്ങനെ അല്ല. സോ ഓൾ ദാറ്റ് ദ ഹോൾ ലൈഫ് ഹി ഹാഡ് വർക്ക് ടുവേർഡ്സ് ദാറ്റ് ഗോൾ ആൻഡ് ഇറ്റ്സ് നോ ലോങ്ങർ ദെയർ. അപ്പൊ ആ ഒരു ബ്രോക്കൺ ഹാർട്ടോടെ പുള്ളി തിരിച്ചു വരുമ്പോ പുള്ളി കാണുന്നതെന്ന് വെച്ചാൽ പുള്ളിയുടെ ഐഡന്റിറ്റി പുള്ളിയുടെ ഫ്രണ്ട് അടിച്ചു മാറ്റി. When he confronts them, റൊണാൾഡ് പ്ലാറ്റ്, എനിക്ക് ഓർമ്മയില്ല. ഭയങ്കര ഫേമസ് ആയിരുന്നു ഇത്. മറ്റേ ന്യൂസിലൊക്കെ വന്ന സാധനമാണത്. അതെ, okay. മറ്റേ So yeah, when he comes back, he gets killed for that.
ബട്ട് അതൊരു നല്ല ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലെ. ആൻഡ് ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ടേസ്റ്റ് ഓഫ് ഹൗ പോലീസ് ആക്ച്വലി ലുക്സ് ഫോർ ക്ലൂസ് ഇൻ വെരി ദിസ് മൈന്യൂഷ്യ എന്ന് പറയാം. അതുവരെ നമുക്കറിയാന്ന് വെച്ചാൽ പോലീസുകാർ ആൾക്കാരെ സസ്പെക്ടിനെ പിടിക്കും, 4 ഇടി ഇടിക്കും, എന്നിട്ട് ചോദിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. സോ കൈൻഡ് ഓഫ് ഡിറ്റക്റ്റീവ്, റിയൽ ലൈഫ് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്, അതൊക്കെ അതിനുള്ളൊരു എക്സ്പോഷർ കിട്ടി. പിന്നെ കുറെ ഹോപ്പ്ഫുൾ സ്റ്റോറീസ് ആണ്. ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ വുമൺ ഹാസ് എൻ ആക്സിഡന്റ് ആൻഡ് ഷീ ഗെറ്റ്സ് റെസ്ക്യൂഡ്. അതേപോലത്തെ കുറെ ഹോപ്പ്ഫുൾ സ്റ്റോറീസ് ഉണ്ട്. എനിക്ക് വളരെ ക്യാച്ചി ഹെഡ്ലൈൻസ് ആയിരിക്കും. ലൈക്ക് there was the story, a girl drowned and to save her the doctors have to drown her again. വെരി ഇൻട്രീഗിങ് ഹെഡ്ലൈൻ. എന്താണെന്ന് അറിയില്ല, നമുക്ക് തുറന്ന് വായിക്കുമ്പോഴറിയുന്നത് ഇതുപോലെ വെള്ളത്തിൽ വീണു പോയ ഒരു കൊച്ചാണ്. ടു സേവ് ഹർ the doctors have to drown her again in another liquid which is oxygen rich, it's not water. So it's a scientific innovation, ഒരു മിറക്കിൾ ആണ്. ആൻഡ് അങ്ങനെ ഒരു സയന്റിഫിക് ഇൻവെൻഷനെ കുറിച്ച് നമ്മൾ അപ്പോഴാണ് അറിയുന്നത്. സോ ഓൾ ദാറ്റ് വാസ് റിയലി അമേസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ ഒരു കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ബയസ് ഉണ്ട്, വെരി ഫാമിലി ഓറിയന്റഡ്. ആൻഡ് നമുക്കറിയാം ഈ അമേരിക്ക ഇറാഖിനെ ആക്രമിക്കാൻ നേരത്ത് സദാം ഹുസൈനെ കുറിച്ച് വലിയ ആർട്ടിക്കിൾ ഒക്കെ ഉണ്ടായിരുന്നു. അയാളുടെ ക്രൂരതയൊക്കെ അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതുവരെ നമുക്കൊരു അമേരിക്കൻ ഇമ്പീരിയലിസത്തിന് എഗൻസ്റ്റ് നിൽക്കുന്ന ഒരാളെന്ന് മാത്രമേ അറിയത്തുള്ളൂ. അയാള് ചെയ്ത കൂട്ടക്കൊലയെ കുറിച്ചൊക്കെ ആർട്ടിക്കിളിനകത്തുണ്ട്. ബട്ട് ദ ടൈമിംഗ് ഓഫ് ദ പീസ് ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് അതേപോലെ താലിബാനെതിരെയായിട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതിനകത്ത് താലിബാനെ മോശമായിട്ട് കാണിക്കാൻ വേണ്ടി മുജാഹിദീനെ വൈറ്റ് വാഷ് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ്. So there is a bias, but all in all it was a very fun read. ഒരുപാട് എൻജോയ് ചെയ്തൊരു സംഭവമാണ്, എസ്പെഷ്യലി അറ്റ് ദാറ്റ് ഏജ്. അതില് അന്ന് വന്നിരുന്ന ഈ ജോക്സ് ഉണ്ടല്ലോ, ജോക്സ് പലതും ഇപ്പോ ഇപ്പോഴും റൗണ്ട് ഉണ്ട്. വരത്തില്ല. അല്ല, ഐ മീൻ ആസ് ഇൻ ഇപ്പോഴും അത് വരത്തില്ല. എനിക്ക് ഓർമ്മയുള്ള ഒന്ന് രണ്ടെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആക്സിഡന്റ് നടക്കും. ഒരു റഷ്യക്കാരൻ, സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, റഷ്യക്കാരും രക്ഷകന്മാരാണെന്നുള്ളതിന്റെ. ഒരു ആക്സിഡന്റ് നടക്കും. അപ്പോൾ ആക്സിഡന്റ് നടന്നിട്ട് കാറ് ഫുള്ള് ക്രാഷ്ഡായി. ഒരാള് ഈ ഇതിന്റെ അകത്ത് കിടക്കുന്ന ഒരു റഷ്യക്കാരൻ ഇങ്ങനെ എഴഞ്ഞ് കാറിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പം ഒരാൾ ഓടി വന്നിരിക്കും, മിസ്റ്റർ ആർ യു ഓക്കെ, അറിയോ ലൈവ് എന്ന് ചോദിക്കും. അപ്പം അറിയോ ഓക്കെ എന്ന് ചോദിക്കും. അപ്പൊ പറയും, ഇയാള് തിരിഞ്ഞിട്ട് കാറിന്റെ നേരെ നോക്കിയിട്ട് പറയും, ഓ മൈ ഗോഡ്, മൈ കാർ ഇസ് ഗോൺ. ഇയാളെ മേല് മുള്ളു രക്തം ഒഴിക്കാണ്. മൈ കാർ ഇസ് ഗോൺ, മൈ കാർ ഇസ് ഗോൺ എന്ന് പറഞ്ഞ അലറുകയാണ്. അപ്പം ഇയാള് ചൂണ്ടി കാണിച്ചിട്ട് പറയും, യുവർ ഹാൻഡ് ഇസ് മിസ്സിംഗ് എന്ന് പറയും. ഓ മൈ ഗോഡ്, മൈ റോളക്സ്. ഓർമ്മയുണ്ട്. അപ്പൊ അല്ല പറ. അല്ല പക്ഷേ കാര്യം ഇതൊക്കെ ഇത് മിക്കവാറും ലാഫ്റ്റർ ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ അതായിരിക്കുമല്ലേ. അതിനകത്ത് ചില സാധനങ്ങളുണ്ട്. ഒരു ജോക്സിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ജോക്കായിരുന്നു. അതായത് സിംബാബ്വേയിലെ കേസ് കേട്ട റോബർട്ട് മുഗാബയുടെ കാര്യം അറിയാമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഒരാൾ ഒരു ഭിക്ഷക്കാരൻ അവിടെ ഇരിക്കുവാണ് റോട്ടിൽ. അപ്പോൾ ഒരു ആടിനെ മോഷ്ടിച്ചുകൊണ്ട് അതിൽ ഓടുന്നുണ്ട്, ഒരു കള്ളൻ ഓടുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പം തന്നെ റോബർട്ട് മുഗാബയുടെ മോട്ടോർക്കേഡ് അതിൽ പാസ് ചെയ്യും. അത് കഴിഞ്ഞ് അതിൻ്റെ പുറകെ 2 പോലീസുകാർ ഓടി വരും. മറ്റൊരു പറയും, ഒരു കള്ളൻ ഇതിൽ പോകുന്നത് കണ്ടോ നോക്കി. അവർ ഓടി വരും. പോയിക്കും അവർ ഐ സോ ഹിം ബട്ട് യു വോണ്ട് മേക്ക് ഇറ്റ് ഓൺ ഫുട്ട്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതിനകത്ത്. അതായത് ചെറിയ പക്ഷെ അതൊക്കെ അതായത് അതൊരു ആർട്ടിക്കിളായിരുന്നു. അത് ജോക്സിനെ പറ്റി മാത്രം, പൊളിറ്റിക്കൽ ക്ലൈമറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ജോക്സിനെ പറ്റി. ലൈക്ക് ഏതോ ഒരു രാജ്യത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ എന്താ പറയുക, ഒരു നാട്ടിൽ ഒരാൾ ചെല്ലുമ്പോൾ, അത് എനിക്കാണ് ഇന്ത്യയെ പറ്റിയോ ആയിരിക്കും, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഏതെങ്കിലും കൺട്രിയെ പറ്റിയോ ആയിരിക്കണം. അപ്പോൾ ഇയാൾ അവിടെ സന്ദർശനത്തിന് ചെന്നപ്പോൾ പറയും ഇങ്ങനെ, ഓക്കെ ഇത് കണ്ടോ, പാലം കണ്ടോ, ഹൗ ഡിഡ് യു ബിക്കം സോ റിച്ച് എന്ന് ചോദിക്കുന്നു ഈ സ്റ്റേറ്റ്സ്മാൻ മറ്റേ ആളോട് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ആ പാലം കണ്ടോ. അപ്പോൾ പറയും, ഐ സ്കീം 20%.
പിന്നെ മറ്റേത് അടിച്ചു ഐസ്ക്രീം 10%. എന്നിട്ട് ഇയാൾ തിരിച്ച് ഇയാളുടെ നാട്ടിലേക്ക് ക്ഷണിക്കും. അപ്പോൾ ഈ സ്വന്തം നാട്ടിലേക്ക് ക്ഷണിക്കും. അപ്പോൾ ചെന്നിട്ട് ഇങ്ങനെ പറയും, വന്നപ്പോൾ ഭയങ്കര ഇയാൾ ഭയങ്കര റിച്ച്, നാട്ടുകാരെപ്പോഴും പഴയ കണ്ടീഷനുണ്ട്. ഹൗ ഡിഡ് യു ബിക്കം സോ റിച്ച് എന്ന് പറയുമ്പോൾ, സീ ദാറ്റ് ബ്രിഡ്ജ്, പാലം കണ്ടോ, വാട്ട് Which ബ്രിഡ്ജ്, bridge? എക്സാക്ട്ലി. 100%. ആ ടൈപ്പ് സാധനങ്ങൾ കുറേ ഉണ്ട് അതിനകത്ത്. പക്ഷെ ഇത് പറഞ്ഞാലും റീഡേഴ്സ് ഡൈജസ്റ്റ് നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്തെന്നുള്ളതിനൊരു സംഭവം പറയും. ഞാനിതുപോലെ ഈ ചോക്ക് വായിക്കുന്നത് എനിക്ക് തോന്നുന്ന ഫസ്റ്റ്, അതായത് എൻ്റെ ചിറ്റപ്പൻ്റെ കളക്ഷനിലെ ബുക്സിലായിരിക്കും. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അതിൽ പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു ചോക്ക്, എനിക്ക് ഇപ്പോഴും വാക്കുകൾ ഓർമ്മയുണ്ട്. എ മാൻ വിത്ത് ഇംപെക്കബിൾ ക്രെഡൻഷ്യൽസ് വാസ് ബീങ് ഇൻ്റർവ്യൂ, ജോബ് ഇൻ്റർവ്യൂ ആണ്. ഇംപെക്കബിൾ ക്രെഡൻഷ്യൽസ്. അപ്പോൾ തന്നെ ഞാൻ ഡിക്ഷണറി എടുത്ത് നോക്കി, വാട്ട് ഈസ് ഇംപെക്കബിൾ, വാട്ട് ഈസ് ക്രെഡൻഷ്യൽസ്. ഓക്കെ, ജോക്ക് കംപ്ലീറ്റ് കിട്ടണമല്ലോ. അത് കഴിഞ്ഞ് പുള്ളീനെ ഇൻ്റർവ്യൂ ചെയ്തു. ഇവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി, ആൾ കിടലമാണ്. ബട്ട് ഹി ഹാഡ് എ പ്രോബ്ലം. പുള്ളിക്ക് ഭയങ്കര ഇൻവോളണ്ടറി വിങ്കിങ് ഉണ്ടായിരുന്നു. ഒരു കണ്ണെപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പറയുക, ഓക്കെ നിങ്ങൾ ഓക്കെയാണ്, പക്ഷേ വി കനോട്ട് ടോളറേറ്റ് ദാറ്റ് വിങ്കിങ്. അപ്പോൾ പറയാം, ഐ ക്യാൻ മേക്ക് ഇറ്റ് സ്റ്റോപ്പ് ബൈ ടേക്കിംഗ് എൻ ആസ്പിരിൻ എന്ന് അയാൾ പറയും. പുള്ളി എന്നിട്ടൊരു ആസ്പിരിൻ എടുക്കാൻ വേണ്ടി പുള്ളി ബാഗ് തുറക്കും. ആക്ച്വലി പുള്ളി തുറന്ന് ആസ്പിരിൻ എടുക്കുന്നതിന് മുമ്പ് ഒരു 12 കോണ്ടം പാക്കറ്റ്സാണ് ആദ്യം പുറത്തേക്ക് എടുത്തത്. പുള്ളി ആസ്പിരിൻ കഴിക്കും, സംഭവം സെറ്റാവും, പുള്ളിയുടെ വിങ്കിങ് നിൽക്കും. അപ്പോൾ പറയാം, അതൊക്കെ സമ്മതിച്ചു, ബട്ട് വി ഡോണ്ട് കോണ്ടോൺ വുമനൈസിങ്. ഓക്കെ, അപ്പോൾ തന്നെ ഞാൻ ഡിക്ഷണറി എടുത്തു. കോണ്ടോൺ, വാട്ട് ഈസ് വുമനൈസിങ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കിട്ടി. അപ്പോൾ പറയാണ്, അത് ഓക്കെ, അതൊക്കെ മനസ്സിലാവും, ബട്ട് നിങ്ങളൊരു മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് ഈ വിങ്കിങ് വെച്ച് ആസ്പിരിൻ ചോദിച്ചാൽ എന്താ പറ്റുന്നത് ഒന്ന് നോക്കാൻ പറയും. ഗോ ടു എ മെഡിക്കൽ സ്റ്റോർ ആൻഡ് ആസ്ക് ഫോർ ആൻ ആസ്പിരിൻ. ലേഖ കത്തിയില്ല. ആസ്പിരിൻ വിങ്കിങ് പ്രോബ്ലം ഉണ്ട്, അതും കൊണ്ട് ആസ്പിരിൻ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മെഡിക്കൽ സ്റ്റോറുകാർ വിചാരിക്കണം എന്താ ചോദിക്കാൻ. ഒരു ആസ്പിരിൻ എടുത്തു. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. I remember most of these jokes. Yeah. It's hard to believe that a conservative magazine had all of this in it. അല്ല, ഇതിനേക്കാളും ആക്ച്വലി ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ് ഒക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദ ഫിക്ഷൻ അത് അല്ല, ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ് ശരിക്കും റിയലിസ്റ്റിക് സംഭവങ്ങളാണല്ലോ, ശരിക്കും നടന്ന സംഭവങ്ങളാണ്. പക്ഷെ അത് പലതും പ്ലോസിബിൾ ആണ്. പക്ഷെ അത് ചിലപ്പോൾ ഇതിനേക്കാളൊക്കെ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഒരു പുള്ളിക്കാരി പറയുന്നത്, പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഭയങ്കര ഹെയറിയാണ്. അപ്പോൾ കൂട്ടുകാർ കളിയാക്കുന്നത് കേൾക്കാറുണ്ട്. അതായത് ലൈക്ക് ഏപ്പ്, കേവ് മാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളീനെ കളിയാക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ പുള്ളിക്കത് ഇച്ചിരി പ്രശ്നമാണ്, ആൾക്ക് ഇച്ചിരി പുള്ളി സെൻസിറ്റീവാണ്. അപ്പോൾ പുള്ളിയുടെ മോള് ഒരു ദിവസം ഇങ്ങനെ വന്ന് പറയും, മോം ഐ വോണ്ട് ടു മാരി സമൺ. ചെറിയ കുട്ടിയാണ്, കുഞ്ഞു കുട്ടിയാണ്. എന്ന് പറയും, വെൻ ഐ ഗ്രോ അപ്പ് ഐ വോണ്ട് ടു മാരി സമൺ ലൈക്ക് ഡാഡി എന്ന് പറയും. അപ്പോൾ പറയാം, ഓ ബിക്കോസ് ഹി ഈസ് വെരി വാം, അങ്ങനെയാണോ ഭയങ്കര ലവബിൾ അല്ലേ, അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും. നോ, ഐ വോണ്ട് ടു മാരി സമൺ വിത്ത് ഫർ. ഇമ്മാരി സാധനങ്ങളൊക്കെ വരും അതിനകത്ത്. ഹ്യൂമർ ഇൻ യൂണിഫോം ഇല്ലേ, അപ്പൊ ഒരുപാട് ഈ മിലിറ്ററി മെൻസ് വൈഫ്സിനെ കുറിച്ച് ഒരുപാട് മിസോജിനിസ്റ്റിക് ആയിട്ടുള്ള ജോക്സ് ഉണ്ട്. അത് ഇഷ്ടംപോലെ വരുന്നതിനകത്ത്. സോ ഡിസ്പൈറ്റ് ബീങ് കൺസർവേറ്റീവ്, അതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മാത്രമായിരുന്നു. ദേ ഹാവ് ദെയർ ഓൺ റോഞ്ചി ജോക്സ് ആൻഡ് എവരിതിങ്. നേരത്തെ അത് ബേസിക്കലി അവരുടെ പൊളിറ്റിക്സ് അതാണ്, വൈറ്റ് മെയിൽ പൊളിറ്റിക്സ് ആണത്. അതാണ് അതിന്റെ. നമുക്കത്ര ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് നമ്മളതൊക്കെ എൻജോയ് ചെയ്ത് വായിച്ചു. ആർ ഏജ് ആസ് വെൽ നമുക്ക് അങ്ങനത്തെ ജോക്സ് ഒക്കെ തമാശയായി തോന്നിയിരുന്നു അന്ന്. ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഫണ്ണി. ബട്ട് നേരത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റിനെ കുറിച്ച് പറഞ്ഞു, അതിനെ ബേസ് ചെയ്തിട്ട് ജോക്സ് പറഞ്ഞപ്പോൾ ഒരു ജോക്ക് ഓർമ്മ വന്നു. സോ ദിസ് വാസ് ഇൻ സോവിയറ്റ് റഷ്യ. 4 ഫ്രണ്ട്സ് അതൊരു ഹോട്ടലിൽ റൂം എടുക്കും, കുറച്ച് മദ്യപിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അവർ ഈ ഗവൺമെന്റിനെ കുറ്റം പറയും. അപ്പൊ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞ് അതിൽ ഒരാൾക്ക് ഹീസ് ടയർഡ് ഓഫ് ദിസ്, ഹി ജസ്റ്റ് വാണ്ട് ടു ഗോ സ്ലീപ്പ്. ആൻഡ് പുള്ളി എന്താ ചെയ്യുന്ന വെച്ചാൽ, പുള്ളി റൂമിൽ നിന്ന് പതുക്കെ ഇറങ്ങി താഴെ പോയി സിഗരറ്റ് ഒക്കെ വലിച്ച് റിസപ്ഷനിൽ പോയിട്ട് പറഞ്ഞു, ഒരു 4 ചായ വേണം, സെൻഡ് ഇറ്റ് ടു അവർ റൂം ആഫ്റ്റർ 10 minutes. അപ്പൊ പുള്ളി തിരിച്ച് റൂമിൽ ചെന്നപ്പോഴും ഈ 3 കൂട്ടുകാരും കൂടെ
ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം പുള്ളി അങ്ങോട്ട് നടന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പുള്ളി ഒരു പ്ലഗ് പോയിന്റിന്റെ അടുത്ത് നിന്നിട്ട് വായ അങ്ങോട്ട് വെച്ചിട്ട് പുള്ളി പറയും, കോമറേഡ് ബെൽക്കോ സെൻഡ് 4 keys ടു ദിസ് റൂം എന്ന് പറയും. ഇത് പറയുകയും ബാക്കിയുള്ളവർ ചിരിച്ചതും റൂമിന്റെ ഫ്രണ്ടിൽ ഇവിടെ കൊട്ടാൻ തുടങ്ങി. പുള്ളി ഡോറ് തുറന്ന് നോക്കിയപ്പം റിസപ്ഷനിൽ പോയി 4 ചായ ആയിട്ട് വന്നു. എല്ലാവരും ചായ കുടിച്ചു. ബാക്കി 3 പേർക്കും പിന്നെ മിണ്ടാട്ടമില്ല. എല്ലാവരും സുഖമായിട്ട് കിടന്നു. പുള്ളി രാവിലെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കഥാനായകൻ എണീറ്റ് നോക്കിയപ്പം ബാക്കി 3 പേരില്ല. സി വെൻ ഡൗൺ സ്റ്റേഴ്സ് ടു ദ റിസപ്ഷൻ. എന്റെ കൂട്ടുകാർ അവിടെ പോയെന്ന് ചോദിക്കും. അപ്പൊ അവരെ വന്ന് സീക്രട്ട് പോലീസ് പിടിച്ചോണ്ട് പോയി. എന്നെ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? കോമറേഡ് ബെൽക്കോ ലവ്ഡ് യുവർ ജോക്ക്. അവിടെ സോഷ്യലിസം ഇല്ല. ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു അമ്മച്ചി, റഷ്യൻ സബർബ്സിലുള്ള ഒരു അമ്മച്ചി ഏതോ ഒരു ടൗണിൽ വന്നപ്പം അവിടെ ഒരു വലിയ സ്റ്റാലിന്റെ സ്റ്റാച്ചു നിൽപ്പുണ്ട്. അപ്പം അമ്മച്ചി സ്റ്റാച്ചു നോക്കിയിട്ട് പറയും, ഇത് ആരുടെ സ്റ്റാച്ചു അമ്മോനെ എന്ന് ചോദിക്കുക അവിടെ കൂടെ ചെറുക്കൻ്റെ അടുത്ത്. ചെറുക്കൻ പറയും, അമ്മച്ചി ഇത് നമ്മളെ ഈ ഒരുപാട് ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിച്ച ഒരു മനുഷ്യന്റെ സ്റ്റാച്ചു ആണെന്ന് പറയും. അപ്പം അമ്മച്ചി നോക്കിയിട്ട് പറയും, ഇങ്ങനെ ആ സ്റ്റാലിനിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ? അത് ഒരുപാട് ശരി. എനിക്കൊന്ന് പ്രോബ്ലി എ പാറ്റേൺ ഓഫ് ആന്റി റഷ്യൻ ജോക്സ് പ്രോബബ്ലി. ആന്റി നേസി ജോക്സും ഉണ്ട്. മറ്റേ നമ്മുടെ ഹിറ്റ്ലർ ചോദിക്കുന്നില്ലേ, ഹിറ്റ്ലറോട് ഒരാൾ പറയുന്നുണ്ട്, വെൻ യു ഡൈ ഇറ്റ് വിൽ ബി എ ജൂയിഷ് ഹോളിഡേ. അത് ആ ഒരു പഴയ ജോക്കില്ലേ, ആ സംഭവം. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ വെർച്വൽ ഹിലാരിറ്റി എന്ന് പറഞ്ഞ സംഭവം റിയൽ ലൈഫ്, അതായത് ഇപ്പോൾ കമ്പ്യൂട്ടർ ഒന്നുകൂടി, അതായത് എന്താ പറയുക, വെർച്വൽ റിയാലിറ്റിയുടെ മറ്റേ ടേക്കാണ്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് വന്ന സമയത്ത് അവരിങ്ങനത്തെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്, ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ്, ഇന്ന് പെറുക്കിയെടുത്തതായിരിക്കും ഈ ജോക്സൊക്കെ. അപ്പോൾ ഇതിൽ ഒരു സംഭവമുണ്ട്, അതായത് ഒരു സംഭവം നല്ല ഓർമ്മയുണ്ട്. ഇയാളൊരു ബാക്ക്വേർഡ്, അതായത് എക്കണോമിക്കലി ബാക്ക്വേർഡ് കൺട്രിയിലാണ്, ആഫ്രിക്കയിൽ എവിടെ എങ്ങാണ്ടാണ്, വളരെ അങ്ങനത്തെ ഒരു മോശം ഏരിയയിലാണ്. അവിടെ വളരെ ഇതൊക്കെ അമ്യൂണിറ്റീസൊക്കെ വളരെ കുറവ്. പക്ഷേ കമ്പ്യൂട്ടറുണ്ട്. പുള്ളി അവിടെ എന്തോ ആവശ്യത്തിന് പോയിരിക്കുകയാണ്. ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറൊക്കെ തൽക്കാലത്തേക്ക് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്തോ UN മിഷൻ എന്തോ ആണ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പുള്ളി കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ആട്ടോ. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, വെനെവർ ഐ ഫ്ലഷ് മൈ ടോയ്ലറ്റ് മൈ PC റീബൂട്ട്സ്. വളരെ സ്ട്രെയിൻജ് സിനാരിയോ ആണ്. അപ്പോൾ ഇയാൾ അത് അന്വേഷിക്കാൻ ചെല്ലുവാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയുന്ന വെച്ചാൽ, ഈ ഫ്ലഷ് ഇല്ലേ, ഇറ്റ്സ് ഓപ്പറേറ്റഡ് ബൈ ആൻ ഇലക്ട്രിക് പമ്പ്. ഓക്കെ, ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് അത് വെള്ളം എടുക്കുകയുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് പമ്പ് ഓൺ ചെയ്യുമ്പോൾ വോൾട്ടേജ് കുറയുമ്പോൾ ഈ സാധനം റീബൂട്ട് ആവുന്നു. അങ്ങനെ കുറേ കുഞ്ഞു സാധനങ്ങളുണ്ട്. അതായത് ഒരു ടെക്നീഷ്യനാണ്, പുള്ളിയുടെ കുറേ ഇങ്ങനെയുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ലിസ്റ്റ് ഓഫ് ഇൻസിഡൻസ് ആണ്. അതുപോലെ എനിക്കൊരു ഓർമ്മയുണ്ട്, ഒരു 2 പെണ്ണുങ്ങള്, ദേ ആർ കൈൻഡ് ഓഫ് ലൈക്ക് കമ്പ്യൂട്ടർ ലിറ്ററേറ്റ്. എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല. അവിടെ ഇവിടെ എന്തൊക്കെയോ അറിയാം. അപ്പൊ അവരേതൊരു കോളേജിലോ ഏതൊരു ബിൽഡിങ്ങിൽ എന്തോ പോയപ്പം കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്. കമ്പ്യൂട്ടറിന്റെ സൈഡിൽ ഒരു ചെറിയ ഡിസ്ക് പോലത്തെ 1-2 സാധനങ്ങൾ കിടപ്പുണ്ട്. ഉടനെ ഇവർ രണ്ടുപേരും അത് നോക്കിയിട്ട് പറയും, ദിസ് ലുക്സ് ലൈക്ക് ഹൈബ്രിഡ്സ് ഓഫ് ഫ്ലോപ്പീസ് ആൻഡ് CDs എന്ന് പറയും. ഇപ്പൊ സൈഡിൽ ഇരിക്കുന്ന ആരോടെ, ദോസ് ആർ ഡ്രിങ്ക് കോസ്റ്റേഴ്സ്. അല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കമ്പ്യൂട്ടർ വാങ്ങിച്ചു. അതിന്റെ കൂടെ കുറെ ഗെയിം CDs കൊണ്ടുവന്നു. അപ്പൊ ഗെയിം CD ഇട്ടിട്ട് ഇത് റീഡ് ആവുന്നേ ഇല്ല, വർക്കേ ചെയ്യുന്നില്ല. അവസാനം ഞങ്ങൾ കമ്പ്യൂട്ടർ വിറ്റ ആളിനെ വിളിച്ച് ചീത്ത വിളിച്ച് നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ CD ഡ്രൈവ് വർക്ക് ചെയ്യുന്നില്ല, വന്ന് ശരിയാക്കണം എന്ന്. അയാൾ വന്ന് നോക്കിയപ്പോൾ നമ്മളെ CD തലയിരിച്ചാണ് ഇട്ടേക്കണം. അങ്ങനെ അവിടെ നിന്ന് വണ്ടിയും പിടിച്ചു വന്നു. അതിന് ഇവിടെ ഇൻഫിയിൽ ജോയിൻ ചെയ്തപ്പോൾ എല്ലാവർക്കും മറ്റേ നമ്മുടെ സ്വൈപ്പ് കാർഡില്ലേ, സ്വൈപ്പ് ഉണ്ടല്ലോ,
എൻ്റെ ബാച്ചിലൊരു പെങ്കൊച്ച് പറഞ്ഞതാണ്, ഒരു പുള്ളിക്കാരി പോയിട്ട് നമ്മുടെ മൈസൂർ ടാപ്പില്ലേ, ടാപ്പിൻ്റെ അടിയിൽ പോയിട്ട് ഇത് സ്വൈപ്പ് ചെയ്യും. അതുപോലെ വെള്ളം വരാനാ. വെള്ളം വരാം. അതുപോലെ വേറൊരുത്തൻ ഇതുപോലെ റൂമിൽ മറ്റേ കീ കാർഡ് ഉണ്ടല്ലോ, കീ കാർഡിന് പറയും, അവനോട് ആരോ പറഞ്ഞ് പറ്റിച്ചിരിക്കുക, നീ റൂമിലുണ്ടെന്ന് അറിയണമെങ്കിൽ ഇൻഫി ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്, കീ കാർഡിന് പറയും ഇത് വെക്കണം എന്ന്. അത് കീ കാർഡല്ല, ഇത് അഴിച്ചിട്ട് കാർഡ് എടുത്തിട്ട് കീ കാർഡിന്റെ സ്ലോട്ടിൽ വെച്ചാലാണ് ഇൻഫിക്ക് അറിയുള്ളൂ നീ മറ്റേ ഇവിടെ കയറിയിട്ടുണ്ട്, നീ ഹോസ്റ്റലിലാണ്, അതൊക്കെ അവർ നോട്ടീസ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവനത് പേടിയാണ്. എന്നിട്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് അവന്റെ റൂമിൽ ബാഗ് പിക്ക് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾ മറ്റേ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ചെക്കൗട്ട് ചെയ്യുവാണ്. അപ്പൊ അവന്റെ വലിയ ബാഗാണ്, അത് എടുക്കാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ കീ കാർഡിനകത്ത് ഈ സാധനം ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പറയാം, എന്നെ ജിൽസൺ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു, നിങ്ങൾ ചെയ്യാറില്ലേ? ഞങ്ങൾ പിന്നെ ഒന്നും പറയാൻ പോയില്ല, അവർ ആത്മാർത്ഥ കൂട്ടുകാരായിരുന്നേ, തമ്മിൽ തട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ ചീർപ്പ വെച്ചിരുന്നത് എന്റെ കീ ലൈറ്റ് ഓഫ് കാർഡൊക്കെ പോയായിരുന്നു. ആവാതിരിക്കാൻ. ഞാൻ മനോരമയുടെ ഏതോ പേപ്പർ മടക്കി പൂട്ടി വെച്ച സാധനമാണ് വെച്ചത്. ഞങ്ങൾക്ക് ഒന്നും ഉണ്ടായില്ല, സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാടകയ്ക്ക് വീട് വെച്ച് താമസിക്കുന്നായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളൊക്കെ വന്നപ്പോഴേക്കും എനിക്ക് തോന്നി നമ്മളെയൊക്കെ നല്ലോണം ട്രീറ്റ് ചെയ്യണമെന്ന്. ഞങ്ങളൊക്കെ 5 സ്റ്റാർ ഫെസിലിറ്റി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇൻഫി അക്കോമഡേഷൻ തരുന്ന പറഞ്ഞപ്പോൾ എൻ്റെ സ്ട്രെസ് മുഴുവൻ ഞാൻ വീട്ടിലും കോളേജ് ഹോസ്റ്റലൊക്കെ അപ്പോൾ എൻ്റെ വിചാരം, ഓ മൈ ഗോഡ് ബാത്റൂമൊക്കെ ക്ലീൻ ആയിരിക്കുമോ, റൂം എങ്ങനെ ഇരിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കിളി എവിടെന്നോ പോയല്ലേ. ഇല്ല, ഇത് നമ്മൾ എന്നിട്ട് ഗൂഗിൾ ചെയ്തു എവിടെയോ, അപ്പൊ അതിലെ റൂമിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. പച്ചമന ഇതേതോ ഹോട്ടലിന്റെ ഫോട്ടോ, റൂമിന്റെ ഫോട്ടോ ആയിരിക്കും. അപ്പൊ എനിക്കും തോന്നി, ഇത്രയൊക്കെ ഉണ്ടാവാൻ വഴിയില്ലല്ലോ, കാരണം അതെ കാശ്. അപ്പൊ എങ്ങനെയാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യെസ് യു റൈറ്റ്, ആക്ച്വലി ഭയങ്കര നല്ല അക്കോമഡേഷൻ, വൺ ഓഫ് ദ ബെസ്റ്റ് അക്കോമഡേഷൻസ് ആണ് ഫോർ ട്രെയിനീസിന്. ഒരുപക്ഷെ എന്നെ മടിയനാക്കിയത് ഇൻഫിയുടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിരിക്കും. കാരണം ഭയങ്കര നമ്മള് സാധാരണ ചെയ്യുന്ന പരിപാടികളൊക്കെ ഇടയ്ക്കൊക്കെ അവർ കുത്തി വെച്ചിട്ടുണ്ട്, കുത്തിക്കൂറാക്കി എല്ലാം വെച്ചിട്ട് റെഡിയാക്കി വെച്ചു. പോവും. അവര് വൈകുന്നേരം വരുമ്പോ കുട്ടപ്പനാക്കി വെച്ചിരിക്കും. ആദ്യത്തെ 2 ആഴ്ചയൊക്കെ ചെയ്തിരുന്നു കേട്ടോ, മര്യാദയ്ക്ക്. 2 ആഴ്ചയല്ല, മിക്കവാറും 1 മാസത്തോളം എല്ലാം കറക്റ്റായിട്ട് ചെയ്തിരുന്നു. പക്ഷെ പിന്നെ അതിനുശേഷം തോന്നുന്ന പോലെ, പിന്നെ സമയം ഉണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. രാവിലെ ചെല്ലുന്നു, രാവിലെ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നു, പിന്നെ പോയി പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ മെയിൻ സ്ട്രീം ആയപ്പോൾ. പിന്നെ പഠിക്കണ്ടേ, അയ്യോ, നമുക്ക് 2 പാസ്സാവട്ടെ. പരീക്ഷ കൂടുതൽ പൊട്ടിക്കഴിഞ്ഞാൽ പുറത്താക്കുമായിരുന്നു. ഞങ്ങളുടെ ബാച്ചിൽ 2 പരീക്ഷ കൂടുതൽ പൊട്ടി അപ്പ പുറത്താക്കുമായിരുന്നു. ഒരു ഓർമ്മയില്ല, ഞങ്ങൾ 10% വൈകുന്നേരം ആകുമ്പോൾ ഏതെങ്കിലും ഒരു മുറി പോയിരുന്നു വർത്താനം പറഞ്ഞ് കപ്പലണ്ടി കുറിച്ചിരിക്കലായിരുന്നു ഞങ്ങളുടെ മെയിൻ ജോലി. ഞങ്ങൾക്ക് 10% തട്ടിക്കളയായിരുന്നു ഞങ്ങളുടെ ബാച്ച്. ഇപ്പോൾ വളരെ എനിവേ, ആനന്ദകരമായ ബാക്ക് ഓർമ്മകളുണ്ട്. ടു ബാക്ക് ടു റീഡേഴ്സ് ഡൈജസ്റ്റ്. ആക്ച്വലി റീഡേഴ്സ് ഡൈജസ്റ്റ് എനിക്ക് കുറെ കാലം എൻ്റെ വിചാരം റീഡേഴ്സ് ഡൈജസ്റ്റ് US ബേസ്ഡ് ആയിരുന്നല്ലോ അല്ലെ. അതെ, എൻ്റെ വിചാരം എല്ലാ റീഡേഴ്സ് ഡൈജസ്റ്റും ഇത് അമേരിക്കയിൽ നിന്ന് വരുന്ന റീഡേഴ്സ്. പിന്നെ എനിക്ക് മനസ്സിലായി ആക്ച്വലി റീഡേഴ്സ് ഡൈജസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു ഇത് തന്നെ ഉണ്ട്. ആക്ച്വലി അവർക്ക് അത് വർഷങ്ങളായിട്ട് നമ്മൾ വായിച്ചേക്കുന്ന ഒന്നും അമേരിക്കയിൽ പബ്ലിഷ് ചെയ്യുന്ന സെയിം റീഡേഴ്സ് ഡൈജസ്റ്റ് അല്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ആക്ച്വലി റീഡേഴ്സ് ഡൈജസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി തന്നെ ഉണ്ട് അവർക്ക്. അതിലെ ജോക്സ് ഒക്കെ കുറെ ഇന്ത്യൻ ജോക്സ് വരുമായിരുന്നു. ലൈഫ്സ് ലൈക്ക് ദാറ്റിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സ്ത്രീ, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആണ് ആദ്യമായിട്ട് മറ്റേ റിമോട്ട് കൺട്രോൾ വെച്ച് ഡോർ തുറക്കുന്ന കാർ വന്നത്. ഒരു സ്ത്രീയും ഫ്രണ്ടും പാർട്ടി കഴിഞ്ഞ് വരാൻ നേരത്ത് അവര് കാറിന്റെ റിമോട്ട് കൺട്രോൾ അമർത്തിയപ്പം പിപ് പിപ് എന്ന് പറഞ്ഞിട്ട് ഡോർ തുറക്കുമല്ലോ. അപ്പൊ ഫ്രണ്ട് ചോദിച്ചു വാട്ട് ഇസ് ദാറ്റ് സൗണ്ട് എന്ന്. അപ്പൊ ഇവര് പറഞ്ഞു ദാറ്റ്സ് മൈ കാർ ഡോർ ഓപ്പണിംഗ് എന്ന് പറഞ്ഞപ്പം ഫ്രണ്ട് ചോദിച്ചു യുവർ കാർ നോസ് യു. എനിക്കൊരു ലീഡ് ഉണ്ടായിരുന്നു, പുള്ളി വല്ലോടത്തും പാർക്ക് ചെയ്യും, പുള്ളി മറന്നു പോകും. യൂണിവേഴ്സിറ്റിന്റെ പാർക്കിംഗ് ഭയങ്കര വലിയൊരു ഗ്രൗണ്ടാണ്, അപ്പം എല്ലാവരും പാർക്ക് ചെയ്യുന്ന പുള്ളി ക്ലിക്കറുമായിട്ട് നടക്കും, ഏത് വണ്ടിയാണ് ശബ്ദം ഉണ്ടാക്കുന്നതും കണ്ണ് ചിമ്മുന്നതെന്ന് അറിയാനായിട്ട്. ഞാനും ഇപ്പോഴും അതും ചെയ്യും. അത് മാത്രമല്ല, എനിക്ക് വേറൊരു ടിപ്പ് നമ്മുടെ അനൂപ് ആനന്ദേ പറഞ്ഞു തന്നതാണ്. നെറ്റിയിൽ ചേർത്ത് പിടിച്ച് ഇത് ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റേഞ്ച് കിട്ടും. റേഞ്ച് കിട്ടും. That's true. ഉറപ്പാണോ അതോ മറ്റേ ജിൽസൺ പറഞ്ഞ അല്ലല്ല, ഇത് മനസ്സിലാവില്ല? മറ്റേ ജിൽസനാണോ എനിക്ക് സംശയമുണ്ട്. ഉള്ളതാ. ഇപ്പൊ ഞാൻ ഒരിടത്ത് നിന്നിട്ട് ഇത് ഞെക്കിയിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇത് നെറ്റിയിൽ ചേർത്ത് വെച്ച് ഞെക്കിയാൽ മതി, അടിക്കും. അതെന്തോ അതിന് ഉണ്ട്, എന്തോ സയന്റിഫിക് ബാക്കിംഗ് ഉണ്ട്. ഞാനത് ഇതിൽ കണ്ടതാ, മിത്ത് ബസ്റ്റേഴ്സിൽ അങ്ങോട്ട് കണ്ടതാ, ശരിക്കും ഉള്ളതാ. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്.
അത് റേഞ്ച് കുറച്ച് അനൂപ് കൂടും. ആനന്ദ് ഇത് കേൾക്കുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണേ, ഇത് വർക്കാവും. ഈ റീഡേഴ്സ് ഡൈജസ്റ്റിനകത്ത് ചില ആർട്ടിക്കിൾസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയുള്ളൊരു സാധനം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടു ക്രാക്ക് ദ കോഡ് ഓഫ് കറേജ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു സാധനം. അതായത് ഒരു ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൽ ഒരു പൈലറ്റിനെ മറ്റേ വേൾഡ് വാർ 2 സമയത്ത് ജാപ്പനീസ് തടവിലാക്കും. എന്നിട്ട് പുള്ളീനെ അത് തടവിലാക്കുന്ന സ്ഥലത്ത് അത് POW ക്യാമ്പാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ആ സമയത്ത് കത്തയക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇയാൾ ഈ എന്തൊരു ലോഗ് ടേബിൾ എന്താണ്ട് കൊണ്ടുപോയിട്ടുണ്ട്, മാത്തമാറ്റിക്കൽ ടേബിൾസ് എന്തോ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ എന്ത് എഴുതി കഴിഞ്ഞാലും അവരത് സെൻസർ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒന്നും അവിടെ എഴുതാൻ പറ്റില്ലല്ലോ, അവിടെ എന്ത് നടക്കുന്നു, അങ്ങനത്തെ ക്രൂരതകളോ ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ അതിനൊരു കോഡ് ഉണ്ടാക്കി. പുള്ളി ആ കോഡ് ആക്ച്വലി പുള്ളി അതിനകത്ത് കുരുകുരുക്കിന് നമ്പേഴ്സ് എഴുതി കൊടുത്തത്. ആ നമ്പേഴ്സ് ആക്ച്വലി പുള്ളി അവിടെ നിന്ന് റിലീസായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു PTSD, എൻ്റെ ട്രോമ കാരണം പുള്ളിക്ക് ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടാണ് പുള്ളി അവിടെ നിന്ന് പോയത്. ആക്ച്വലി പുള്ളിയുടെ വൈഫും പുള്ളീനെ ഒരുപാട് മക്കളൊക്കെ ഒരുപാട് ശ്രമിച്ചു. അതിനുശേഷം ഒരു മകൻ കൂടി ഉണ്ടായി. ഇയാൾ പോകുമ്പോൾ പുള്ളിക്കാരി ഗർഭിണിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു കുട്ടി കൂടി ഉണ്ടായി. ഇവർ രണ്ടുപേരും ഒരുപാട് ശ്രമിച്ചു. ഇവർ 3 പേരും കൂടി പുള്ളീനെ പതുക്കെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷേ അയാൾ മരിച്ചുപോയി. പക്ഷേ അതിനിടയിൽ അയാൾ ഈ സാധനം ക്രാക്ക് ചെയ്യാനുള്ള ഒരു കീ അതിൽ എഴുതി വെച്ചായിരുന്നു. അതായത് ഇയാളുടെ പേര് ഡൊണാൾഡ് സാമുവൽ ഹിൽ എന്നായിരുന്നു. വൈഫിൻ്റെ പേര് പമേല എന്നായിരുന്നു. പമേല സീലി കിരാഗ് എന്നാണ് പുള്ളിക്കാരുടെ മെയ്ഡൻ നെയിം. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് പുള്ളി ആ ബുക്കിൻ്റെ ചട്ടയിൽ എഴുതി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് പുള്ളി മരിക്കുന്നത്. അപ്പോൾ ഒരു മാത്തമാറ്റീഷ്യൻ കുറേ കാലത്തിന് ശേഷം ഇത് ക്രാക്ക് ചെയ്യുന്നതാണ്. അത് പുള്ളി ക്രാക്ക് ചെയ്ത പുള്ളിക്ക് അവസാനം സുഖമില്ലാതെ ഹോസ്പിറ്റലിലാവേണ്ടി വന്നു. കാരണം ഇതിൻ്റെ മുകളിൽ ഇരുന്ന് അത്രയും സ്ട്രെസ് അനുഭവിച്ചിട്ട്. അതൊരു ഉഗ്രൻ ആർട്ടിക്കിളാണ് സാധനം. അതിൻ്റെ ആ മറ്റേ ക്രിപ്റ്റോഗ്രഫിയുടെ ഒരു ഇൻട്രസ്റ്റ് വെച്ച് നമുക്ക് വായിക്കാൻ പറ്റുന്ന സാധനം. അതിനെ എങ്ങനെ ക്രാക്ക് ചെയ്തു എന്നുള്ളതൊക്കെ ഉണ്ട്. അതായത് ഈ പറഞ്ഞ 2 ചേർത്ത് എഴുതാനുള്ള കാരണം എന്താണ്, പക്ഷേ എങ്ങനെ അത് ക്രാക്ക് ചെയ്യാൻ പുള്ളി കമ്പ്യൂട്ടർ അൽഗോരിതം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് എഴുതാൻ അയാൾക്ക് ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് എഴുതാൻ വെറും പെൻസിലും ബുക്കും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് പുള്ളി അതെങ്ങനെ എഴുതി വെച്ചു. കാരണം 34 ഈ 2 പേരും ചേർത്തെഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സെൻറ്റൻസിനെ 34 ക്യാരക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യണം. ഈ പറഞ്ഞ അതായത് അത്രയും ക്യാരക്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് പുള്ളി നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ട് വേണം ഈ നമ്പറിനെ ജമ്പിൾ ചെയ്ത് എഴുതാൻ. അങ്ങേരുടെ കയ്യിൽ ആസ് എ പ്രിസണർ പുള്ളിയുടെ കയ്യിൽ വേറെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അതില്ലാതെയാണ് പുള്ളി ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഇത് തീരുന്നത്. പക്ഷേ അതൊരു ബുക്കിൻ്റെ എക്സെപ്റ്റ് ആണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ മാത്തമാറ്റീഷ്യൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഒരു എക്സെപ്റ്റ് ആണെന്ന് തോന്നുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഇത് ഹാർട്ട് ഓഫ് കറേജ് അങ്ങനെ എന്തൊരു സാധനം. ഇപ്പം എനിക്ക് ഓർമ്മയില്ല, ബുക്കിൻ്റെ പേര് ഓർമ്മയില്ല. അതൊരെണ്ണം. പിന്നെ ഉള്ളത് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, അതായത് അത് മാത്രം പെറുക്കിയെടുത്ത് വായിക്കും. അതിലൊരെണ്ണം വോൾക്കർ എങ്കലിനെ പറ്റിയാണ്. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെയും മറ്റേ ജുറാസിക് പാർക്കല്ല, ഇൻഡിപെൻഡൻസ് ഡേ, പിന്നെ ഗോഡ്സില്ല, അതിൻ്റെയൊക്കെ വിഷ്വൽ എഫക്ട്സ് സൂപ്പർവൈസറായിരുന്നു പുള്ളി. ഓസ്കർ കിട്ടിയ ആളാണ്. അപ്പോൾ അയാൾ CGI അല്ല യൂസ് ചെയ്യുന്നത്, പുള്ളി ശരിക്കും പ്രാക്ടിക്കൽ എഫക്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. പുള്ളി ഫിലിം ഫീൽഡിലേക്ക് വന്ന കാര്യങ്ങളും പുള്ളിക്ക് അതിൽ വന്ന ഇൻട്രസ്റ്റിനെ പറ്റിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. അതിൽ ഈ വൈറ്റ് ഹൗസിൻ്റെ മോഡൽ ഉണ്ടല്ലോ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ, അത് ഇവർ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ച് ഒരാൾ ഉയരത്തിലുണ്ടാക്കിയ സാധനമാണ്. 30 പേരെങ്ങാണ്ട് ചേർന്ന് 30 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു മോഡലാണത്. ഭയങ്കര ഡീറ്റെയിൽഡ് ആണ്. അതായത് ഈവൻ ഫർണിച്ചർ, അതിൻ്റെ കർട്ടൻ ഒക്കെ അവരത് ഉണ്ടാക്കി വെച്ചിട്ട് 30 സെക്കൻഡിൽ ആ സാധനം പൊട്ടിച്ച് കളഞ്ഞു ഈ ഒരു ഷോട്ടിന് വേണ്ടിയിട്ട്. അതാ ഒറ്റ മറ്റേ അതിൻ്റെ എക്സ്പ്ലോഷൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അത് ഫിലിം ചെയ്തത് ക്യാമറ ഫുൾ സ്പീഡിൽ ഇട്ടിട്ടാണ്, അതായത് ഹൈ സ്പീഡിൽ ഇട്ടിട്ടാണ്. അപ്പോൾ എന്നാലാണ് അത് കിട്ടുള്ളൂ. പിന്നെ സ്പേസ് ഷിപ്പ് ആഡ് ചെയ്തതും പിന്നെ വൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാസം എന്തോ എടുത്തു. ആക്ച്വലി അത് ഒറ്റയടിക്ക് തീർത്ത് കളഞ്ഞു. പിന്നെ അതുപോലെ പഴയതൊരു ഫിലിമിന് വേണ്ടിയിട്ട് ഈ മറ്റേ ഹെലികോപ്റ്ററിന്റെ ഷോട്ട് ചെയ്തത് എങ്ങനെയാണെന്നും, അതായത് ഫോഗ് ഉണ്ടാക്കി ഹെലികോപ്റ്ററിനെ മറ്റേ ഫിഷിംഗ് ലൈനിൽ തൂക്കിയിട്ടിട്ട് മോഡൽ ഹെലികോപ്റ്ററിനെ, അങ്ങനെയുള്ള സാധനങ്ങളും. പിന്നെ ഇങ്ങനെ പണ്ട് സൂപ്പർ 8 ക്യാമറ വെച്ച് ഷൂട്ട് കുഞ്ഞായിരുന്നപ്പോൾ എങ്ങനെയാണ് ഈ ആൾക്കാരെ വാനിഷ് ചെയ്യുന്ന എഫക്റ്റ് ഉണ്ടാക്കിയത്, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ. നമുക്കത് ചെയ്യാൻ പറ്റും. അതായത് ഒരാളിങ്ങനെ സ്ക്രീനിലേക്ക് വരുന്നു,
നമ്മളത് വെച്ച് അയാളെ സ്ക്രീനിൽ നടന്നു വരുന്ന ആളെ അങ്ങ് പോസ് ചെയ്തിട്ട് അയാളെ സ്ക്രീനിൽ നിന്ന് മാറ്റിയാൽ മതി. എന്നിട്ട് വീണ്ടും നമ്മളത് റെക്കോർഡിങ് മറ്റേ റിസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീപ്ലേ ചെയ്യുമ്പോൾ ആൾ വാനിഷ് ചെയ്ത പോലെ തോന്നും. അങ്ങനെ കുറേ ടെക്നിക്സ് പുള്ളി അതിൽ പറയുന്നുണ്ട്. അതായത് മറ്റേ ഹീ വുഡ് യൂസ് ടു സ്പീഡ് അപ്പ് ദ ക്യാമറ ആൻഡ് യുനോ ഫിലിം ദ സ്കൈ. അപ്പോൾ ക്ലൗഡ്സ് ഇങ്ങനെ നല്ല സ്പീഡിൽ റീപ്ലേ ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ പോകുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനത്തെയുള്ള കുറേ ടെക്നിക്സ് അതിൽ പറയുന്നുണ്ട്. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനമായിരുന്നു. ഇങ്ങനത്തെ സാധനങ്ങൾ ഇതായത് ഒരു പ്രത്യേക ഫീൽഡിനെ പറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ റാഗ്സ് ടു ജോർജ് ലൂക്കാസിനെ പറ്റി അങ്ങനെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരാളുണ്ട്. സ്റ്റാർ വാർസ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, ഇല്ല, നല്ല ഉപ്പ് സിനിമ വെച്ച് ഉണ്ട്. ഉപ്പ് വെച്ച് വാട്ടർഫോൾ ഉണ്ടാക്കുന്ന കഥയാണ്. ആഹാ യെസ്. അതെനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അപ്പം അത് ഉം. അല്ല, അപ്പൊ അതിനകത്ത് ഇതേപോലെ സ്റ്റാർ വാഴ്സിനകത്ത് നമ്മൾ ഇത് ചെറിയ മോഡൽ ഉണ്ടാക്കുമ്പോൾ ഈ വാട്ടർഫോൾ കാണിക്കണമെങ്കിൽ നമുക്ക് ചെറിയ മോഡൽ ആയതുകൊണ്ട് ഈ വെള്ളം ഒഴുകി പോകുന്നത് അറിയാമല്ലോ. ഇപ്പം അതിന്റെ മെക്കാനിക്സ് ടോട്ടലി ഡിഫറെന്റ് ആണ്. യു വിൽ ഫീൽ ദാറ്റ് ഇറ്റ്സ് എ മോഡൽ. സോ ടു അവോയ്ഡ് ദാറ്റ് അവർ ആക്ച്വലി വളരെ ഫൈൻ ആയിട്ടുള്ള സോൾട്ടാണ് ഉപയോഗിച്ചത്. ഇപ്പം ഈ ഉപ്പ് ഇങ്ങനെ ഒഴുകി പോകും. അപ്പൊ നമുക്ക് കാണുമ്പോൾ തോന്നും ദൂരത്തുള്ളൊരു വാട്ടർഫോളിൽ ഇങ്ങനെ വെള്ളം അടിച്ച് പതഞ്ഞ് വീഴുന്നതാണെന്ന് വിചാരിക്കും. സോ ദാറ്റ് ഈസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. റീഡേഴ്സ് ഡൈജസ്റ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ള ഇതാണ്, ദേ ടേക്ക് us through that journey ഇൻ ഡെപ്ത് ആയിട്ട് പോകും. നമുക്ക് ബാക്കി ആർട്ടിക്കിൾസ് അതുവരെ നമുക്കുണ്ടായിരുന്ന എക്സ്പോഷറിൽ സ്റ്റഫ് ആർ ജസ്റ്റ് മെൻഷൻഡ് ഇൻ പാസിംഗ്. ഇപ്പം കൃഷ്ണകുമാർ പറഞ്ഞില്ലേ ആ ഒരു ആർട്ടിക്കിളിൽ ആ വൈറ്റ് ഹൗസിന്റെ മോഡലൊക്കെ എനിക്ക് എക്സാക്ട്ലി എപ്പോഴും ഓർമ്മയുണ്ട്. അതേപോലെ ആ ഹെലികോപ്റ്ററിൽ ആ ഫിഷിംഗ് ലൈൻ കൊടുത്തേക്കുന്നത് ഇൻ ഡീറ്റെയിൽ. സോ ഇറ്റ് ഹെൽപ്സ് us ടു വിഷ്വലൈസ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീരീസ് ഓഫ് ആ മാഗസീൻ തന്നെ ഒരു മാസ്റ്റർ ക്ലാസ് ഇൻ റൈറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ്. ദർ ഇസ് വൺ സ്റ്റോറി അബൌട്ട് FBI ഫോർജർ. ഈ പ്രോസ്തറ്റിക്സ് ഒക്കെ ഉണ്ടാക്കിയാണ്, ഒരു സീക്രട്ട് ഏജൻസിന് വേണ്ടിയൊക്കെയുള്ള പ്രോസ്തറ്റിക്സ് ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. അപ്പൊ പുള്ളിയുടെ ഒറിജിൻ സ്റ്റോറി പറയുന്നുണ്ട്. പുള്ളി ഇതുപോലെ സ്കൂളിൽ ഒരു മത്സരത്തിന് ഒരു പെയിന്റിങ് ചെയ്യും. സോ ഹി വാസ് ഷുവർ ഫസ്റ്റ് 3 പൊസിഷൻസിൽ അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഏതെങ്കിലും ഒരു പ്രൈസിന് കിട്ടാതിരിക്കത്തില്ല. പുള്ളി ഭയങ്കര എന്തൂസിയാസത്തോടെ അത് പെയിന്റിംഗ് ഒക്കെ ചെയ്തു കൊടുത്തു. എന്നിട്ട് അതിന്റെ മത്സര ഫലം അറിയാൻ വേണ്ടി പോകുമ്പം പുള്ളി നോക്കുമ്പോൾ ഫസ്റ്റിലും ഇല്ല, സെക്കൻഡിലും ഇല്ല, തേർഡിലും ഇല്ല. അങ്ങനെ ഡിസ്ഹാർട്ടൻ ആയിട്ട് പുള്ളി തിരിച്ചു പോകുമ്പോഴാണ് കാണുന്നത് പുള്ളിയുടെ പെയിന്റിംഗ് ഫോട്ടോഗ്രാഫി സെക്ഷനിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കും. സോ അങ്ങനത്തെ ബോംബാസ്റ്റിക് തുടക്കങ്ങളാണ് പലപ്പോഴും പല ആർട്ടിക്കിളും. അപ്പോൾ ഇനിയും റീഡേഴ്സ് ഡൈജസ്റ്റിനെ കുറിച്ചും അതിലുള്ള ആർട്ടിക്കിൾസിനെ കുറിച്ച് ഇനിയും കുറെ പറയാനുണ്ട്. നമ്മൾ ഒരു ചെറിയ എപ്പിസോഡ് ബ്രേക്ക് എടുക്കാം, എന്നിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് എഴുതാപ്പുറം സൈനിങ് ഓഫ്. സന്ദീപ്, അനൂപ്, കൃഷ്ണകുമാരൻ, ലേഖ. സി യു. ബൈ.